ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ലെറ്റർ തന്ന ആൾ സംസാരം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അയാളോട് തൻ്റെ സംസാരം ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഓടി വന്നിട്ട് ചോദിക്കും, എന്താ സാർ ഇവിടെ ഒരു ബഹളന്ന്, തനിക്ക് ഇവിടുത്തെ എല്ലാ പ്രശ്നവും അറിയണമെന്ന് പറഞ്ഞിട്ട് അയാളോട് തട്ടിക്കയറാൻ കേട്ടോ. ആ ഗ്യാപ്പിൽ തന്നെ അവിടെ നിന്ന് ആ ഗുണ്ട അവിടെ നിന്നും എല്ലാം പോകുന്നുണ്ട്. അപ്പൊ തിരിഞ്ഞു നോക്കുന്ന ശ്രുതി ഇയാളെ കാണാഞ്ഞിട്ട് ആ ഷോറൂമിൽ ഒരുപാട് സ്ഥലത്ത് നോക്കുന്നുണ്ട്. അപ്പൊ കാണുന്നില്ലേ. അങ്ങനെ ഒരു സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും അയാളിപ്പോൾ അങ്ങ് പോയി എന്ന്. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ നേരെ CCTV ദൃശ്യം നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് പറയും, ഒരു കത്ത് കിട്ടിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, പിന്നെ അടുത്ത കത്ത്, ഇനി ഇതിലെന്താണാവോ, ഇത് വായിക്കണോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അത് വായിക്കുന്നുണ്ട്. അങ്ങനെ 3 പോയിന്റ് ആക്കിയിട്ടാണ് കേട്ടോ എഴുതിയത്. നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് രണ്ടാമത്തെ വായിക്കാണ്. അപ്പോൾ നിന്റെ അനിയൻ കൊലപാതകയാക്കും എന്നായിരിക്കും. അയ്യോ, അത് സജ്ജ് തന്നെ ആയിരിക്കും, അവൻ എന്നെ ആയിരിക്കും കൊല്ലുന്നത് എന്നും പറഞ്ഞ് മൂന്നാമത്തെ വായിക്കുമ്പോൾ നീ ആത്മഹത്യ ചെയ്യും എന്ന് വായിക്കുന്നതും നമ്മുടെ ശ്രുതി ആകെ തകർന്നു പോവാണേ. എന്തിനാ ദൈവമേ എന്നോട് ഈ ക്രൂരത, എന്തിനാ എനിക്ക് തന്നെ ഇങ്ങനെ ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുന്നത്, അയാളിപ്പോ അത്ര ദൂരോട്ട് പോയി കാണില്ല എന്ന് പറഞ്ഞിട്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങി റോട്ടിലൂടെ ഓടി നടക്കുകയാണ് കേട്ടോ അയാളെയും അന്വേഷിച്ച്. അങ്ങനെ പോകുമ്പോൾ അയാള് ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നതായിട്ട് കാണും. എന്നിട്ട് ഓടിച്ചെന്ന് അയാളുടെ കോളർ പിടിച്ച് ചോദിക്കും, എടാ നീ ഇവിടെ നിന്ന് ചായ കുടിച്ച് രസിക്കാണല്ലേ, നിന്റെ കയ്യിൽ ആരാ ഈ കത്ത് കൊടുത്തുവിട്ട്? അപ്പൊ അയാൾ പറയുന്നുണ്ട്, തനിക്ക് ഞാനല്ലേ ഈ കത്ത് തന്നേന്ന്. അതെ, പക്ഷേ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് തനിക്ക് ആരാ കത്ത് തന്നേന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും, എൻ്റെ ഈ ചായയുടെ കാശ് താൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞുതരാന്ന്. താൻ കുടിച്ച ചായയുടെ ക്യാഷ് ഞാൻ എന്തിനു പേ ചെയ്യണം? ഉത്തരം കിട്ടണ്ടേ സാറേ. ഏട്ടാ എത്രയായെന്ന് ചോദിക്കുമ്പോൾ 80 രൂപ എന്ന് പറയും. ഒരു ചായ കുടിച്ചതിന് 80 രൂപയോ? ചായ മാത്രമല്ല, പഴംപൊരിയും ബോണ്ടയും ഒരു പാക്കറ്റ് സിഗരറ്റും ചായയുമാണ് കുടിച്ചതെന്ന് പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞിട്ട് ഒരു 100 രൂപ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ബാലൻസ് കിട്ടുമ്പോഴേക്കും അയാളെ കാണുന്നില്ല കേട്ടോ. അപ്പൊ ശ്രുതി അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കാണില്ല. അപ്പോഴേക്കും ആ ചായക്കടക്കാരൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇനി അയാളുടെ പൊടി പോലും കാണത്തില്ല. അയാളെ 2 ദിവസമായിട്ടുള്ളൂ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്. നിങ്ങളായിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എന്നായിട്ടൊരു പ്രശ്നമില്ല, ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നത്. എൻ്റെ ഷോറൂമിൽ വന്ന് ഈ ലെറ്റർ എൻ്റെ കയ്യിൽ തന്നു എന്ന് പറയുമ്പോൾ ആ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, ആ കത്ത് കൊടുത്തയച്ചവനെ ചെറിയ പുള്ളി ആവില്ല കേട്ടോ, താങ്കളൊന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ ടെൻഷനോടെ നിൽക്കുവാണേ. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ശരത്ത് വീട്ടിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് ദീപ്തി ചോദിക്കും, ആഹാ നീ വന്നോ, നീ എന്താടാ ഇത്രയും ലേറ്റ് ആയത്, എന്നോട് നേരത്തെ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയും, ഇതെന്താ നേരത്തെ വീട്ടിൽ കയറണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓഫീസോ മറ്റോ ആണോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ദീപ്തിക്ക് മനസ്സിലാവും ശരത്ത് കുടിച്ചിട്ടുണ്ടെന്ന്. ഇവൻ കുടിച്ചിട്ടുണ്ട്, അവന് മദ്യം മണക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മയും കൂടെ വരുന്നുണ്ട്. അവന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ, എടാ നീ എന്ത് ഭാവിച്ചാന്ന് പറഞ്ഞിട്ട് കോളറൊക്കെ പിടിച്ച് സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് കുറേ പ്രാരാബ്ധ വർത്താനൊക്കെയാണ് പറയുന്നത്. നീ വളരെയല്ലേ, നാളെ ഞങ്ങൾക്കും ഉണ്ടാവും ഒരു നല്ല കാലം എന്ന് പ്രതീക്ഷയോടെയാണ് ഞങ്ങളും ജീവിച്ചത്, അതൊക്കെ നീ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചേ, ഞാൻ ഇത്തിരി കുടിച്ചിട്ടുണ്ട്, അത് കമ്പനിക്ക് വേണ്ടി ഒന്ന് കുടിച്ചതാ എന്നൊക്കെ പറയുമ്പോൾ ദീപ്തിയും പറയുന്നുണ്ട് കേട്ടോ, എന്താടാ ഇങ്ങനെ, നിന്റെ മനസ്സിൽ എന്താടാ, ഞങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, നീ പഠിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആന്റണിയുടെ കൂടെ ചുറ്റിക്കറങ്ങലാണല്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശരത്തിനങ്ങ് ദേഷ്യം പിടിച്ച് എന്തൊരു ശല്യ ഇത് എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ എറിഞ്ഞിട്ട് പോവാണ് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ രേവതിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് നമ്മുടെ ദേവുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടി എന്താടി ഇവൻ ഇങ്ങനെ, ഈ പോക്ക് പോയാൽ അവന്റെ ഭാവി അവസാനിക്കത്തില്ലേ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് കരഞ്ഞവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ദേവു അവന്റെ ബാഗ് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പൊ അതില് ഒരു സിഗരറ്റ് പാക്കറ്റ് ഉണ്ടാവും. അമ്മേ, കുടി മാത്രല്ല കേട്ടോ, അവൻ വലിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അമ്മേ, ഇത് ഇന്നാണ് നമ്മൾ കണ്ടേ, പക്ഷെ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അമ്മേ. അമ്മ ചേച്ചിയെ വിളിക്ക്, ചേച്ചി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമായിരിക്കും, നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല എന്ന് പറയും. അങ്ങനെ അവസാനം രേവതിയുടെ അമ്മ രേവതിയെ വിളിച്ചിട്ട് കരയാണ് കേട്ടോ. എന്താ അമ്മ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ രേവതി വിചാരിക്കുന്നത് ശരത്ത് ആന്റണിയുടെ കൂടെ പോകുന്നതിനാണെന്നാണ് കേട്ടോ. അതിനാണോ അമ്മ ഇങ്ങനെ കരയുന്നേ, നമ്മൾ അവനോട് എത്ര തവണ പറഞ്ഞമ്മേ ആന്റണിയുടെ കൂടെ കൂട്ടിന് പോകരുത് എന്ന്, എന്നിട്ട് അവൻ കേട്ടോ. സാരല്ല അമ്മേ, അവന്റെ പഠിപ്പ് കഴിയുമ്പോൾ അവൻ മറ്റൊരു ജോലിക്ക് പൊക്കോളും എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അതിന് പഠിക്കാൻ പോയിട്ട് വേണ്ട മോളെ, പഠിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ട് ആന്റണിയുടെ കൂടെ പോയി കറങ്ങലാണ് പണി, പോരാതെ ഇന്നിപ്പോൾ കുടിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ആകെ ഷോക്കായി പോട്ടോ. കുടി മാത്രമല്ല വലിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ചോദിക്കും,
എന്താ അമ്മേ അമ്മ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ വരെ പറ്റുന്നില്ല. അതേ മോളെ, അവൻ ഇന്നിവിടെ വന്നപ്പോ അവന് മദ്യം മണക്കുന്നുണ്ട്. ഈ പോക്ക് പോകുകയാണെങ്കിൽ അവന്റെ ഭാവി എന്തായിരിക്കും? എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയാണേ. അപ്പൊ നമ്മുടെ രേവതി പറയും, അത് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ആന്റണിയെ നിലയ്ക്ക് നിർത്തണം. അവനൊരു 2 അടി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ രേവതിയുടെ അമ്മ പറയും, അന്ന് അവന് ജയിലിൽ കയറ്റിയില്ലേ, അതിന്റെ ദേഷ്യം ഉണ്ടാവും അവന്. അപ്പൊ നമ്മുടെ രേവതിയും പറയുന്നുണ്ട് കേട്ടോ, നാളെ തന്നെ ഞാൻ ആന്റണിയെ പോയി കാണാം. അവൻ എങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. എന്തായാലും ഞാൻ പോയിട്ട് കണ്ട് രണ്ടിലൊന്ന് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണേ. ആ സമയത്തായിരിക്കും നമ്മുടെ സച്ചി അങ്ങ് വന്ന് കയറുന്നത്. സച്ചി രേവതിയെ വിളിച്ചിട്ട് വരുമ്പോ നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ സ്റ്റക്കായി നിൽക്കുന്ന കേട്ടോ കാണുക. അപ്പോൾ സച്ചി എന്നിട്ട് ചോദിക്കും, എന്താണ് സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടട്ടോ മുഖത്ത് എന്ന് പറയുമ്പോൾ അമ്മ വാളെടുത്തോന്ന് ചോദിക്കുകയാണെ. അതിന് നിങ്ങളുടെ അമ്മ വാള് താഴെ വെച്ചിട്ട് വേണ്ടേ? എൻ്റെ രേവതി, അമ്മ വാളെടുത്ത് വീശുമ്പോൾ നീയും തിരിച്ചൊരു വാളെടുത്ത് വീശ്, അപ്പൊ അമ്മ ഓടിപ്പൊക്കോളും. ഇതിപ്പോ ഒരു പരിച പോലെ എടുക്കാതെ അയ്യോ പാവം നിന്നിട്ടാ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അമ്മയല്ല ഇപ്പത്തെ പ്രശ്നം, ശരത്താണ്. ശരത്ത് ഇപ്പോൾ കുടിക്കാനും വലിക്കാനൊക്കെ തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ സച്ചി അങ്ങ് ചിരിക്കൂട്ടോ. നിങ്ങളിത് കേട്ടിട്ട് ചിരിക്കുകയാണോ മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ, ചിരിക്കല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അവന്റെ കയ്യും കാലും പോയി തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇതിനു മുൻപേ കൈ ഒടിച്ചതിന് നീയും നിന്റെ അമ്മയും അനിയത്തിയും കൂടെ എന്റെ തലയിൽ കയറി നരങ്ങിയിരുന്നല്ലോ. അവനെ മദ്യക്കുപ്പിയായിട്ട് ഞാൻ റോട്ടിൽ വെച്ച് കണ്ടായിരുന്നു. അവനെ കുറച്ച് ഉപദേശിക്കുകയും ചെയ്തു. പക്ഷെ അവൻ എന്നെ പുച്ഛിച്ചു. അവന്റെ ഈ സ്വഭാവത്തിൽ എനിക്ക് സങ്കടമുണ്ട്. അവൻ നന്നാവണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. രേവതി, ഒരുപാട് ലേറ്റായി, ഞാനൊന്ന് ഫ്രഷായി വരാം, നീ ഭക്ഷണം എടുത്ത് വയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോകൂട്ടോ. അങ്ങനെ അവിടെ രേവതി ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ കിടന്നുറങ്ങുന്നിടത്ത് എണീറ്റ് ഇരുന്നിട്ട് പറയും, അയ്യോ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കി പറയും, അയ്യോ ഒന്നും അറിയാതെ എന്ത് സുഖത്തിലാ ഉറങ്ങുന്നേ എന്നും ചോദിച്ച് ആ ലെറ്റർ വീണ്ടും പോക്കറ്റിൽ നിന്ന് എടുത്ത് വായിക്കാട്ടോ. അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ എൻ്റെ ഈശ്വര എന്തിനാ എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നേ? എനിക്കിപ്പോ ഇത് ആരോടെങ്കിലും പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇവളെ വിളിച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവളുടെ വഴക്കും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവളെ വിളിക്കണ്ട. ഇതിപ്പോ ആരോട് പറയും എന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അമ്മയെ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാട്ടോ. അപ്പൊ ചന്ദ്രമതി ഉറങ്ങി കിടക്കായിരിക്കും. എന്താടാ ഈ രാത്രി വിളിക്കുന്നേ? നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും. അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ രാത്രിയോ? നമുക്ക് പകല് പറയാടാ. പറ്റില്ലമ്മേ, എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് ചത്തുപോവമ്മേ. അമ്മ ഒന്നിങ്ങ ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇറങ്ങി വരികയാണ് കേട്ടോ. എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അമ്മയോട് ഞാൻ ആദ്യം ലെറ്റർ വന്നത് പറഞ്ഞില്ലേ? ആ പറഞ്ഞിരുന്നു. അതിനാണല്ലോ നീ കളർ ഷർട്ട് ഇട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു കത്ത് എനിക്ക് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിനക്കാരാ ഇങ്ങനെ ഇത്രമാത്രം കത്തയക്കാന്ന് ചോദിക്കും. അറിഞ്ഞൂടമ്മേ, അമ്മ അതൊന്ന് വായിക്ക് എന്ന് പറഞ്ഞാൽ ലെറ്റർ കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കേൾക്കുന്നത് അമ്മയ്ക്ക് അറ്റാക്ക് വരും എന്നാണല്ലോ. അയ്യോ എന്ന് പറഞ്ഞിട്ട് ആ കത്ത് അങ്ങിട്ടിട്ട് ഓടിപ്പോവാണേ. അമ്മ നിൽക്ക്, ഈ ലെറ്റർ മൊത്തത്തിൽ വായിക്കെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കുകയാണ് ശ്രുതി. നിന്റെ അനിയൻ കൊലപാതകയാകും, നീ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ വായിക്കും. അതെ അമ്മേ, ഞാൻ ആത്മഹത്യ ചെയ്യും അത്ര, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കും, അപ്പൊ ഞാൻ അറ്റാക്ക് വന്ന് ചത്തുപോകുന്നല്ലേ പറഞ്ഞത്, അപ്പൊ അതിൽ നിനക്ക് വിഷമമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അത് പിന്നെ അമ്മയ്ക്ക് കുറച്ച് പ്രായമായതല്ലേ, എന്റെ കാര്യം എങ്ങനെയാണോ, ഞാൻ യുവാവല്ലേ അമ്മേ, ജീവിച്ച് കൊതി തീർന്നില്ല. അയ്യോ അമ്മേ, ഇതൊക്കെ എങ്ങനെയായിരിക്കും സംഭവിക്കാന്ന് പറഞ്ഞിട്ട് ഊഹിച്ച് പറയാൻ കേട്ടോ നമ്മുടെ ശ്രുതി. ഭയങ്കര ഇരുട്ടുള്ള രാത്രി ഒരു കള്ളൻ വന്ന് എൻ്റെ അച്ഛനെ കുത്തുന്നു, എന്നിട്ട് കൊടൽമാല വരെ പുറത്തിടുന്നു. അങ്ങനെ അച്ഛൻ മരിച്ചു പോകുന്നു അമ്മേ. അത് കാണുന്ന അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അങ്ങനെ അച്ഛനെ കൊന്ന കള്ളനെ കണ്ട് സച്ചി എത്തുന്നു. സച്ചി അയാളുടെ പിറകെ ഓടി അയാളെയും ഇടിച്ചിടിച്ച് കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്നു. അങ്ങനെ എൻ്റെ അനിയനും കൊലപാതകയാവേ അമ്മ. അങ്ങനെ ഞാൻ വന്നപ്പോൾ അമ്മയും അച്ഛനും കൂടി മരിച്ചടക്കുന്നതാ കാണുന്നത്. അങ്ങനെ ഞാൻ കരയുന്നത് കേട്ടിട്ട് ശ്രുതി മുകളിൽ നിന്ന് ഓടി വരുന്നു. അങ്ങനെ സ്റ്റെയർ തട്ടിത്തടഞ്ഞ് താഴോട്ട് വീഴുന്നമ്മേ. അങ്ങനെ അവളുടെ നെറ്റി പൊട്ടി ചോര വാർന്ന് മരിക്കുന്നു. അത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ ആത്മഹത്യ ചെയ്യമ്മേ എന്ന് പറഞ്ഞിട്ട് കരയാണ്. അങ്ങനെ ആയിരിക്കും അമ്മേ സംഭവിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇതൊക്കെ കേട്ട് ഞെട്ടിയിട്ട് അടിയോടടിയാണ് കേട്ടോ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.